ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലൗസ് കട്ട് ചെയ്യാൻ ഒരു അടിപൊളി ട്രിക്കായിട്ടാണ്. സ്റ്റിച്ചിങ് പഠിക്കാൻ പോകാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇത് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അളവ് ബ്ലൗസ് ചുളിവുകളൊന്നും ഇല്ലാണ്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നിവർത്തിയിടുമ്പോൾ ആ സെൻറ്റർ ഭാഗം ബാക്ക് പീസിൽ ആ സെൻറ്റർ ആ മടക്ക് വരണോടത്ത് നമുക്ക് ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് പീസിൻ്റെ കറക്റ്റ് ആ സെൻറ്റർ വരുന്ന ഭാഗത്ത് ചോക്ക് കൊണ്ടൊന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ലൈനിങ്ങുമ്മയാണ് ആദ്യമായിട്ട് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് പീസിൻ്റെ താഴെ തന്നെ ആദ്യം നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അളവ് ബ്ലൗസിൽ നമ്മൾ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചതിൻ്റെ അവിടം തൊട്ട് കറക്റ്റ് ലൈനിങ് പീസിനോടൊപ്പം നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയും കറക്റ്റ് ഇതേ ലൈനിങ് പീസിൻ്റെ ഒപ്പം ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ നമുക്ക് ഓരോ പിൻസൂചി കുത്തി കൊടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബ്ലൗസ് ഇങ്ങനെ നിവർത്തിയിട്ട് ചുളിവുകളൊന്നും ഇല്ലാണ്ട് വലിച്ചൊന്നും പിടിക്കരുത്. കറക്റ്റ് അതേ അളവിൽ ഇങ്ങനെ വെച്ച് നല്ലോണം ചുളിവുകളൊക്കെ കളഞ്ഞ് ഷോൾഡറിൻ്റെ അവിടെയും താഴെയും സൈഡിലായിട്ട് നമുക്ക് ഓരോ പിൻസൂചി കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറക്റ്റായി ആ ഷോൾഡറിൻ്റെ അവിടെയും ഷോൾഡർ ഇതേപോലെ ഇങ്ങനെ ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നെക്ക് നമുക്ക് അതേ അളവിൽ തന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കാം. സൈഡ് വശം അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അതിനുശേഷം കൈക്കുഴിയുടെ അവിടെ നിന്ന് കൈക്കുഴി ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം കൈ പതുക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അതിലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പതുക്കെ പതുക്കെ വളച്ച് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. എപ്പോഴും ബ്ലൗസ് തയ്ക്കുമ്പോൾ നല്ലത് ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ തയ്യൽ പഠിക്കാൻ പോകാത്തവർക്കൊക്കെ എളുപ്പ വഴിയാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ അളവ് ബ്ലൗസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ബ്ലൗസ് എടുത്തോളോ, അല്ലെങ്കിൽ അതിന് വല്ല ലൂസോ ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈച്ചക്കോപ്പിടി പോലെയൊക്കെ അതേ കറക്റ്റിൽ അതേ കംപ്ലൈൻറ്റുകളൊക്കെ ഈ ബ്ലൗസിലും ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളോ. പിന്നെ നമുക്കതേ ആ അളവ് ബ്ലൗസ് മാറ്റി വെച്ചിട്ട് നമ്മൾ വരച്ച് അളവുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കഴുത്തിൻ്റെ അവിടെ ഞാനൊരു 1/4 ഇഞ്ച് വീതം ഇങ്ങനെ ഡോട്ടിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെയും 1/4 ഇഞ്ച്, കൈക്കുഴി റികാളിൻ്റെ അവിടെയും നമുക്കൊരു 1/4 ഇഞ്ച് വീതം ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം സൈഡ് വശം വരുന്നിടത്ത് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ അടയാളപ്പെടുത്തലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ പീസ് നമുക്ക് ഇങ്ങനെയൊന്ന് തിരിച്ചിടാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാക്ക് പീസ് ഇങ്ങനെ ക്രോസായിട്ട് നമ്മൾ ക്രോസ് ബ്ലൗസാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ക്രോസായിട്ട് ആ ബാക്ക് പീസ് നമുക്ക് ഈ തുണിയും ഇങ്ങനെ വെച്ച് കൊടുക്കുക. അളവുകളെല്ലാം നമുക്കിങ്ങനെ അതേപോലെ തന്നെ അതേ കറക്റ്റ് അളവിൽ എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ടാണ്. അതിങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കി വരച്ച് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നോക്കി അത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ബാക്ക് പീസിനേക്കാളും വിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്കിവിടെ പടി വെച്ച് പിടിപ്പിക്കാനായിട്ട്, കുക്ക് വെക്കണത് പിടിപ്പിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ചോളം കൂടുതൽ അടയാളപ്പെടുത്തണം കേട്ടോ. അങ്ങനെ അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം നമുക്ക് ടക്കിടാനായിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് നമുക്ക് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 10 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ചും അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ വണ്ണല്ലേ വേസ്റ്റ് വണ്ണം, ഇതിവിടെ 10 വന്നിരിക്കുന്നത്.
അപ്പോൾ അതിനേക്കാൾ ഒരു 3 ഇഞ്ച് 13 ഇഞ്ച് നമുക്ക് താഴേക്ക് അടയാളപ്പെടുത്താം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടക്ക് വരും, 1.5 ഇഞ്ച് 3 ഇഞ്ച് ടക്കിന് പോണത് കൊണ്ട് അത് 13 ഇഞ്ച് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 13 ഇഞ്ച് ഉണ്ട് നേരെ അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ട. എന്നിട്ട് പിന്നെ നമുക്കത് നമ്മളിവിടെ ചെസ്റ്റ് വണ്ണം ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ 1.5 ഇഞ്ച് കണ്ടത് ഇവിടെ വീണ്ടും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കണ്ട. 2 പീസിൻ്റെ കഴിഞ്ഞു. ഇനി വേണ്ടത് ടക്കുകൾ അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് ഇവിടെ ഒരു 1.5 ഇഞ്ച്, എന്നിട്ടത് വരയ്ക്കുക. മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് നീക്കി ഇതിങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെയും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെ വരയ്ക്കാം. കണ്ട. ഇനി നമുക്ക് ഈ റിഗാൾ ടക്കും കൂടി വരയ്ക്കണം കേട്ടോ. റിഗാൾ ടക്കിന് നമ്മൾ ഈ ബാക്കിൻ്റെ സ്ക്വയറില്ലേ, ബാക്ക് പീസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ 1/2 ഇഞ്ച് കണ്ടുവെച്ചതിലേക്ക് ഇങ്ങനെ ടേപ്പ് പിടിക്കുക. എന്നിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നീക്കിയിട്ട് അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കും. കണ്ട. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് വരുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈയാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിന് ഞാൻ ബാക്കിയുള്ള തുണി ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് താഴെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സ്ലീവ് ഇങ്ങനെ വെക്കാൻ. ഇങ്ങനെ കറക്റ്റായിട്ട് ചുളിവൊന്നുമില്ലാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതേപോലെ വരച്ചെടുക്കാം. കറക്റ്റ് അളവിന് വരച്ചെടുക്കാം. അതിന് ശേഷം കൈ പതുക്കെ ഇങ്ങനെയൊന്ന് പൊക്കിയതിന് ശേഷം ആ തയ്യൽ സ്റ്റിച്ചിങ് പോയി അതിലേ കൂടെ തന്നെ പതുക്കെ അടയാളപ്പെടുത്തി നമുക്ക് ആ റിഗാൾ കൈക്കുഴിയും കൂടി വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അളവ് ബ്ലൗസിൻ്റെ സ്ലീവ് കറക്റ്റ് അളവിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് മുകളിൽ ഒരു 1/4 ഇഞ്ച് മുകളിലും 1.5 ഇഞ്ച് സൈഡിലുമായിട്ട് അടയാളപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം. അതിനായിട്ട് ചെറുതായി ഇതേപോലെ ഇങ്ങനെയൊന്ന് ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തെടുത്ത് കട്ട് ചെയ്യാം. അടുത്തത് ഇനി നമുക്ക് വേണ്ടത് ബാൻഡ് കട്ട് ചെയ്യാനാണ്. അതിനായിട്ട് ഞാൻ 2 പീസായിട്ട് ഇങ്ങനെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അളവ് ബ്ലൗസ് വെച്ച് തയ്യൽ തുമ്പ് താഴെ ഒരു 1/4 ഇഞ്ച് നീക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ അളവ് ബ്ലൗസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അളവുകൾ അടയാളപ്പെടുത്തി എടുക്കുക. ബാൻഡ് നമുക്ക് ഒരു സൈഡിലേക്ക് തന്നെ 3 പീസ് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല തുണിയിലില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കട്ടിയുള്ള ഏതെങ്കിലും വേറെ കളറായാലും വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സൈഡിലേക്ക് 3 പീസ് വേണം. അപ്പോൾ 6 പീസ് മൊത്തത്തിൽ നമുക്ക് ബാൻഡ് തയ്ച്ച് മറയ്ക്കാനായിട്ട് വേണം. ഇപ്പോൾ ബാൻഡും കൂടിയും കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് എളുപ്പമാണെങ്കിൽ എന്നെ അറിയിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.